ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ രണ്ടാം ടൈമിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ട്രംപിന്റെ കണ്ണു മുഴുവൻ ഇന്ത്യ റഷ്യ കപ്പൽ ഇടപാടിലേക്കായിരുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യൻ കപ്പൽ ടാങ്കറുകൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് ട്രംപ് ഒന്ന് പരിശോധിച്ചു. റഷ്യൻ എണ്ണയാണ്. അതിനിടയ്ക്കാണ് റഷ്യ ഇന്ത്യക്ക് ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഡിസ്കൗണ്ടിൽ എണ്ണ നൽകി എന്നൊരു വാർത്ത അമേരിക്കക്കാർ കേട്ടു. എന്നാൽ പിന്നെ അതൊന്ന് നിർത്തിക്കളയാമെന്നായി ട്രംപ്. രണ്ടാം ടൈമിൽ ട്രംപ് മത്സരിച്ചു, പ്രതീക്ഷിച്ചതുപോലെ ജയിക്കുകയും ചെയ്തു. അധികാരത്തിലേറിയ അന്ന് മുതൽ ഡൊണാൾഡ് ട്രംപ് ചില കരുക്കൾ നീക്കുകയായിരുന്നു. പുടിനെ തളച്ചിടണം, അതിനുവേണ്ടി പുടിനെ സഹായിക്കുന്ന രാജ്യങ്ങളെ, പുടിനിൽ നിന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളെല്ലാം തട്ടി ഒതുക്കണം. അതിനുള്ള നീക്കങ്ങൾ ഇതാ ഇവിടെ വരെ എത്തി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവെക്കണമെന്ന ആവശ്യം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയും ടീമിനെയും ഒന്ന് ഭയപ്പെടുത്തുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഒന്ന് ഭയപ്പെടുത്തുക, ഒന്ന് വിറപ്പിക്കുക, നെട്ടോട്ടം ഓടിക്കുക. നരേന്ദ്രമോദിയും കൂട്ടരും ഭയപ്പെട്ടുമില്ല, നെട്ടോട്ടം ഓടിയതുമില്ല, വിറച്ചതുമില്ല. അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചർച്ചയ്ക്കും അവർ എങ്ങോട്ടും പോയില്ല. അമേരിക്ക താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമൊക്കെ ചെയ്തതുപോലെ അങ്ങോട്ട് ചെന്ന് കണ്ട് കാല് പിടിച്ചതുമില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ ഉച്ചരിച്ചിട്ടില്ല എന്നതാണ് രസകരം. അവിടെ ട്രംപിന്റെ ആ പദ്ധതിയെ പൊളിച്ച് ഇന്ത്യ കയ്യിൽ കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. എങ്കിലും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഉറപ്പ് ഇന്ത്യ നൽകിയിട്ടില്ല. അത് തന്നെയാണ് കാരണം. പക്ഷേ അമേരിക്കയുടെ മർക്കട മുഷ്ടി കണ്ട് കരഞ്ഞ് കണ്ണീർ വാക്കാനൊന്നും ഇന്ത്യ കിട്ടില്ല എന്ന് ഒന്നുകൂടി ഇന്ത്യ അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം തീയിൽ കുരുത്ത ഇന്ത്യ വേലത്ത് പാടില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% ഇറക്കുമതി തീരുവ നേടാൻ ഇന്ത്യ പഠിച്ച പണി 18 നോക്കുകയാണ്. അങ്ങനെ ആ പല വഴിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എടുത്തത് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു ഏറ്റുമുട്ടലിന് ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടേതായ വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കയറ്റുമതിക്ക് പുതിയ വിപണികൾ കണ്ടെത്തി അമേരിക്കൻ കയറ്റുമതിയിലെ ഓരോ മാസവുമുള്ള നഷ്ടം നികത്തുക തന്ത്രമാണ് ഇന്ത്യൻ വാണിജ്യ വകുപ്പ് സ്വീകരിച്ചത്. പിന്നാലെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇടിവ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തൽക്കാലം ബാധിക്കില്ലെന്ന് IMF അടക്കമുള്ള ആഗോള ഏജൻസികൾ വ്യക്തമായ പഠനത്തിന് ശേഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഒട്ടും കുറയില്ല, 6% ഉയരുമെന്നാണ് IMFന്റെ പ്രവചനം. വിപുലമായ ഇന്ത്യൻ തൊഴിലിടങ്ങളായ ടെക്സ്റ്റൈൽ, ജെം ആൻഡ് ജ്വല്ലറി, സമുദ്ര ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ താരിഫ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. കനത്ത പ്രതിസന്ധി അവിടെ ഉണ്ടായി, അത് ശരിയാണ്. പക്ഷെ സെപ്റ്റംബറിൽ അമേരിക്കയിലുള്ള മൊത്തം കയറ്റുമതി 37.5% ഇടിഞ്ഞു. കാരണം താരിഫ് കൂട്ടിയപ്പോൾ ഇന്ത്യയിൽ നിന്നും ചരക്ക് അയക്കാൻ നിർവാഹമില്ലതായി. അങ്ങനെ $550 കോടി ഇന്ത്യ അമേരിക്ക കയറ്റുമതി താഴോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴിതാ ഇന്ത്യയുടെ കയറ്റുമതി ഫോക്കസ് 50 രാജ്യങ്ങളിലേക്കാണ്, 50+. വിയറ്റ്നാം, കൊറിയ, ജർമ്മനി, റഷ്യ, കെനിയ, കാനഡ ഈ തുടങ്ങി 24 രാജ്യങ്ങളാണ് ഇതിലെ പ്രയോറിറ്റി. ഈ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാർ. US പ്രതിസന്ധിയിലും ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി മുൻവർഷത്തേക്കാൾ 6.7% വളർച്ച നേടി എന്നിടത്താണ് അമേരിക്കയിലേക്കുള്ള കഴിഞ്ഞ മാസത്തെ കയറ്റുമതി സെപ്റ്റംബറിലെ 37% കുറഞ്ഞു എന്നത് കൂടി കൂട്ടിച്ചേർക്കേണ്ടത്. 6.7% വളർച്ചയാണ് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി ഇപ്പോൾ നേടിയിരിക്കുന്നത്. മുൻകൂർ വാങ്ങലും വിപണിയുടെ വൈവിധ്യവൽക്കരണവുമാണ് ഇന്ത്യയെ ഇപ്പോൾ ഏറെ സഹായിച്ചിരിക്കുന്നത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 3.02% ഉയർന്ന് $22,012 കോടി പുതിയ വിപണികൾ ഇവയാണ്: ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, പിന്നെ മധ്യേഷ്യ. ചെലവ് ചുരുക്കൽ നടപടികൾ കടുപ്പിച്ച് തന്നെയാണ് ഇന്ത്യ ഇതിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യവും കൈവരിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ കൂലി, ചരക്ക് ഗതാഗത ചെലവ്, അനാവശ്യ ചെലവുകൾ ഇതൊക്കെ ഇന്ത്യക്ക് കുറയ്ക്കേണ്ടി വന്നു. ഇന്ത്യൻ വ്യവസായ മേഖല, കയറ്റുമതി വ്യവസായ മേഖല മുണ്ട് മുറുക്കി ഉടുത്ത് പണിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. 2022 ഉക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ്
റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി ഇന്ത്യ മാറിയത്. 25 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ ദിനംപ്രതി 1.9 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ റഷ്യയുടെ മൊത്തം കയറ്റുമതിയുടെ 40%. എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നടപ്പാക്കാൻ ശ്രമിക്കുന്ന പുതിയ ഉപരോധങ്ങൾ ഇന്ത്യക്കും റഷ്യക്കും വൻ സാമ്പത്തിക തിരിച്ചടിയാകുമെന്ന് ചെറിയ സൂചനകളൊക്കെ ഉണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഒരു സമ്മർദ്ദത്തിനും പകപ്പെട്ടിട്ടില്ല. ഡിസംബറിന് ശേഷം പക്ഷേ ചില ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് കുറയ്ക്കേണ്ടി വരും. അടുത്ത ജനുവരി 21 മുതൽ റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഇന്ധനങ്ങൾക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ നിരോധനം കൂടി പ്രാബല്യത്തിൽ വരും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഡീസൽ, എയർ ഫ്യൂവൽ കയറ്റുമതിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. റിലയൻസ്, നയാര പോലുള്ള ഇന്ത്യയിലെ വലിയ സ്വകാര്യ ഫാക്ടറികൾ പ്രത്യേകിച്ച് റഷ്യൻ എണ്ണയാണ് ആശ്രയിക്കുന്നത്. കാരണം അവർക്ക് വില കുറച്ച് ശുദ്ധമായ റഷ്യൻ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നുണ്ട്. നയാരയുടെ വഡിനാർ റിഫൈനറി പ്രവർത്തിക്കുന്നത് റഷ്യൻ എണ്ണയിലാണ്. റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഓയിൽ ഭൂരിഭാഗവും വരുന്നതും ഇവിടേക്കാണ്. ഈ റിഫൈനറിക്ക് ഇതിനോടകം തന്നെ യൂറോപ്പും ബ്രിട്ടനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും നയാരടക്കമുള്ള ചില ഇന്ത്യൻ എണ്ണ വാങ്ങൽ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ വ്യത്യസ്തമായ വഴികൾ തേടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 50+ രാജ്യങ്ങളാണ് ഇന്ത്യ കയറ്റുമതിക്കായി മുൻഗണനാ പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. അതിൽ 24 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇപ്പോൾ ഊർജിതമാണ്. ഇന്ത്യയുടെ വൈവിധ്യവൽക്കരണം, ചിലവ് ചുരുക്കൽ, മുണ്ട് മുറുക്കിയെടുത്ത് ഇന്ത്യൻ ജനത, ഇന്ത്യൻ തൊഴിലാളി സമൂഹം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കായി കൈകോർത്തപ്പോൾ ഇവിടെ ഇതാ അമേരിക്കയുടെ ഉപരോധം ഒന്നുമല്ലെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മേഖല തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച